ഹൈ ഗൈസ്. സോ നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്ന ഈ ആപ്ലിക്കേഷനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞൊരു മൂവി ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. കറസ്പോണ്ടിങ് മൂവി നെയിമും അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കുക, ആഡ് മൂവി എടുത്തിട്ട് നമ്മൾ ഈ സെർച്ചിൽ വരും എന്നുള്ളത്, എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്താ പറയുക, ഈ കുറച്ച് ബട്ടൺസും ഇൻപുട്ട് ഫീൽഡ്സൊക്കെ എത്ര വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വെച്ചിട്ടില്ല. സോ ഇതിൻ്റെ ഈ ആപ്പ് ബേസിക്കലി കിടക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഒരു ഗിറ്റ്ഹബിൽ കിടക്കുന്നുണ്ട്. github.com/mentorsteaching/js_obj1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗിറ്റ് അറിയണോ ക്ലോൺ ചെയ്തെടുക്കാൻ അറിയാത്തവർ വേണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് സിപ്പ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് പ്രൊജക്റ്റ് ലോഡ് ചെയ്യാം. നിങ്ങളുടെ VS Code പ്രൊജക്റ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ബേസിക് HTML ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ, ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് op.js എന്നുള്ളത്. ഓക്കെ, സോ ഈ ആപ്പിൻ്റെ ഐഡിയ ഭയങ്കര സിമ്പിളാണ്. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂസർ ഫേവറേറ്റ് മൂവി എൻ്റർ ചെയ്യുക, ടൈറ്റിലൊക്കെ എൻ്റർ ചെയ്യുക, പിന്നെ യൂസർ എൻ്റേഴ്സ് എക്സ്ട്രാ ഇൻഫർമേഷൻ നെയിം ഇവിടെ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് യൂസർ എൻ്റേഴ്സ് എക്സ്ട്രാ ഇൻഫോ വാല്യൂം ഇവിടെ എൻ്റർ ചെയ്യണം യൂസർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഡ് മൂവി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ഉണ്ട് ആഡ് മൂവി എന്ന് പറഞ്ഞിട്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവി ഇവിടെ താഴെ ആഡ് ആവണം. ഓക്കെ, സോ ഡൗൺലി ലിസ്റ്റിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടൈറ്റിൽ പ്ലസ് എക്സ്ട്രാ ഇൻഫോ ഷോ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം സെർച്ച് ബാർ ഉണ്ട്. സോ നമ്മളിൽ കുറേ ലിസ്റ്റ് ഓഫ് മൂവീസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ മൂവി സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ ടൈറ്റിൽ ഫിൽട്ടർ ചെയ്ത് നമുക്ക് എടുക്കാനും പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യാനുള്ള പ്രൊസീജിയർ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആഡ് മൂവി ഫീച്ചർ ഫിനിഷ് ചെയ്യാം. ഓക്കെ, സെർച്ച് നമുക്ക് ലേറ്റർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആഡ് മൂവിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ HTML ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. എന്താ വെച്ചാൽ ആഡ് മൂവി ബട്ടൺ ID ഉണ്ടല്ലേ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ആഡ് മൂവി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആഡ് മൂവി ബട്ടൺ ഇവിടെ ID ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സെർച്ചിനും കറസ്പോണ്ടിങ്ങിൽ ഇവിടെ ID ഉണ്ട്. ഓക്കെ, സോ ഒബ്ജക്റ്റിൽ ബേസിക്കലി object.jsൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഞാൻ ഡോമിൻ്റെ ആക്സസ് എടുക്കാൻ പോവാണ്. സോ ഞാൻ എഴുതുന്നത് കോൺസ്റ്റ് ആഡ് മൂവി BTN ഈക്വൽ ടു document.get element by ID. ആഡ് മൂവിയുടെ ID എന്താണെന്ന് വെച്ചാൽ അതാണ് എടുക്കേണ്ടത്. സോ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യാണ്. ആഡ് മൂവിയുടെ ID എന്ന് പറഞ്ഞാൽ ആഡ് മൂവി BTN ആണ്. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യുക, എന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ആഡ് മൂവിയുടെ എടുത്തിട്ടുണ്ട്, നമ്മൾ ഒബ്ജക്റ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി സെർച്ച് BTN കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എഴുതാം കോൺസ്റ്റ് സെർച്ച് BTN ഈക്വൽ ടു document.get element by ID. ആ സെർച്ച് BTൻ്റെ ID എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, എന്നിട്ട് അതിവിടെ എടുക്കാം. സോ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും സെർച്ചിന് സെർച്ച് BTN ആണുള്ളത്. കോപ്പി, അവിടെ സെർച്ച് BTN. ഓക്കെ, സോ ബേസിക്കലി രണ്ട് ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആഡ് മൂവി ബട്ടൻ്റെ ആക്സസ് എടുത്തിട്ടുണ്ട്, അതേപോലെ സെർച്ച് BTN നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടൺസ് ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചാൽ നമുക്ക് ഈ മൂവീസ് സ്റ്റോർ ചെയ്യണം. നമുക്കൊരു ലിസ്റ്റ് ഓഫ് മൂവീസ് ഉണ്ടാകും, അത് സ്റ്റോർ ചെയ്യണമല്ലോ. സോ ബേസിക്കലി ഞാൻ അതിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റോർ കോൺസ്റ്റ് മൂവീസ് എന്നും പറഞ്ഞിട്ട് എടുക്കുകയാണ്. ഈ മൂവീസ് ലിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു, കുറേ അധികം മൂവീസ് ഉണ്ടാകും. സോ അതുകൊണ്ട് ഞാനിവിടെ അറേ ആയിട്ട് ഇവിടെ കൊടുക്കുന്നു. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതേ റെഫറൻസ് ടൈപ്പാണ്, അതായത് ഒബ്ജക്റ്റ്. സോ കോൺസ്റ്റ് ആയാലും നമുക്കിവിടെ കുഴപ്പമില്ല. കാരണം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ റീഅസൈൻ ചെയ്യുന്നില്ല, പകരം ഈ എലമെൻറ്റ്സ്, ഈ കറസ്പോണ്ടിങ് മൂവിയൊക്കെ, പെർട്ടിക്കുലർ മൂവിയൊക്കെ നമ്മൾ ആഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് പുഷ് പോപ്പൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ലെറ്റ് യൂസ് ചെയ്തിട്ട് റീഅസൈൻ ചെയ്യേണ്ട കാര്യമില്ല, കോൺസ്റ്റൻ്റ് കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ മൂവീസിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യാനായിട്ട് പുഷ് യൂസ് ചെയ്യാം, പിന്നെ പോപ്പ് യൂസ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് മെത്തേഡ്സ് ഉണ്ടല്ലോ, പുഷ് പോപ്പൊക്കെ മെത്തേഡ്സ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ അതുകൊണ്ട് ഞാനിവിടെ കോൺസ്റ്റ് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, കാരണം നമ്മൾ മൂവീസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല, movies.push എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ കോൺസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നൗ ബേസിക്കലി എന്ന് വെച്ചാൽ ആഡ് മൂവി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൺ ആകേണ്ട ഫംഗ്ഷനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് ഞാനിവിടെ കോൺസ്റ്റ് ആഡ് മൂവി ഹാൻഡ്ലർ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ഇത് ഞാൻ ഒരു ആര ഫംഗ്ഷനായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതി. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലോജിക്കൊക്കെ എഴുതേണ്ടത്. ഓക്കെ, സോ ഇൻസൈഡ് ദിസ് ഫംഗ്ഷൻ നമുക്ക് 3 ഇൻപുട്ട് റീഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ടൈറ്റിൽ, എക്സ്ട്രാ നെയിം, എക്സ്ട്രാ വാല്യൂ. ഇപ്പോൾ നമ്മുടെ ഫയൽ ഒന്നും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നെയിം, ഇത് ഈ 3 ഇൻഫർമേഷൻ നമ്മൾ എടുക്കേണ്ടതുണ്ട്. സോ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാം. ഓക്കെ,
സോ ഞാനിവിടെ എഴുതുന്നത് കോൺസ്റ്റ് ടൈറ്റിൽ ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. ഓക്കെ, ടൈറ്റിലിൻ്റെ ഐ ഡി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കറസ്പോണ്ടിങ്ങിൽ എടുക്കണം. സോ ടൈറ്റിലിൻ്റെ ഐ ഡി ഇവിടെ ടൈറ്റിലിന് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ എടുത്തു. പക്ഷേ ടൈറ്റിലിൻ്റെ ഇത് ഫുൾ വാല്യൂ എടുക്കുന്ന ഡോമായിട്ട് എടുക്കുന്നത് എനിക്ക് എൻ്റെ വാല്യൂ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ മാത്രം മതി നമ്മുടെ കേസിൽ. അപ്പോൾ ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈറ്റിൽ എന്താണ് യൂസർ ഇൻപുട്ട് എൻ്റർ ചെയ്തത് ആ വാല്യൂ നമുക്കിവിടെ ടൈറ്റിൽ കിട്ടും. സോ ഇതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ നെയിം വേണം. കോൺസ്റ്റ് എക്സ്ട്രാ നെയിം എന്ന് പറഞ്ഞെടുത്തു. ഞാൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ നെയിം, ഇവിടെ ഐ ഡി. ഓക്കെ, എക്സ്ട്രാ നെയിം എന്നുള്ളത്. ഇപ്പോൾ എക്സ്ട്രാ നെയിം ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ യൂസർ എന്താണ് ഇൻപുട്ട് ചെയ്തത് ആ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇവിടെ എക്സ്ട്രാ നെയിം എക്സ്ട്രാ വാല്യൂ ഉണ്ട്. ഇനി എക്സ്ട്രാ വാല്യൂം കൂടി വേണം. അപ്പോൾ ഞാൻ തൽക്കാലം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാ വാല്യൂ എന്ന് ആക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. എക്സ്ട്രാ വാല്യൂൻ്റെ ഐ ഡി എന്ന് വെച്ചാൽ അത് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി വാലിഡേഷൻ ഒബ്ജക്റ്റ് ക്രിയേഷനാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടി യൂസർ എൻ്റർ ചെയ്തത്, അതിന് ശേഷം നമ്മളിനി വാലിഡേറ്റ് ചെയ്യുക, എന്നിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ബേസിക് വാലിഡേഷനാണ് എന്ന് വെച്ചാൽ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻപുട്ടൊക്കെ എം ടി ആണെങ്കിൽ റിട്ടേൺ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഫ് കണ്ടീഷൻ എഴുതണം. ഇഫ് ടൈറ്റിൽ ഡോട്ട് ട്രിം ഓക്കെ ഈക്വൽ ടു എം ടി സ്ട്രിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ നെയിം ഡോട്ട് ട്രിം അതും എം ടി സ്ട്രിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓർ എക്സ്ട്രാ വാല്യൂ ഡോട്ട് ട്രിം ഈക്വൽ ടു എം ടി സ്ട്രിങ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എം ടി സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ബാക്കിയുള്ള ലോജിക്ക് പ്രൊസീഡ് ചെയ്യരുത്, ഇവിടെ വെച്ച് നിർത്തണം. സോ ആ ഫ്ലോ നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റിട്ടേൺ കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വാലിഡേഷൻ ഒക്കെ എം ടി ആണെങ്കിൽ, വാലിഡേഷൻ ചെക്ക് ചെയ്യണം, ഏതെങ്കിലും ഫീൽഡ് എം ടി ആണെങ്കിൽ അവിടെ വെച്ച് ലോജിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട, അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്ത് അവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ, നൗ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊരു പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ മൂവി എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതിൽ സ്ട്രക്ചർ വന്നിട്ട് ഒരു നെക്സ്റ്റഡ് ഒബ്ജക്റ്റ് നമ്മൾ കൊടുക്കും. അതിൽ നെക്സ്റ്റ് ഒബ്ജക്റ്റിൽ നമ്മൾ ടൈറ്റിലും ഡൈനാമിക് ആയിട്ടുള്ള എക്സ്ട്രാ പ്രോപ്പർട്ടി നെയിമും അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഒരു ഐ ഡി റാൻഡം യൂണിക്കും കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ന്യൂ മൂവി എന്നും പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഒബ്ജക്റ്റ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇൻഫോ എന്ന് കൊടുത്തിട്ട് അതിൽ ഒബ്ജക്റ്റ് എഴുതണം. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ ഞാൻ ടൈറ്റിൽ ഈ വരുന്ന ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ നിന്നുള്ള കീ കൊടുത്തിട്ട് എന്താണോ ഇതിൽ വരുന്ന വാല്യൂ അത് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഡൈനാമിക് ആയിട്ടാണ്. ഈ എക്സ്ട്രാ നെയിം എനിക്ക് ഡൈനാമിക് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ നെയിം എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു എക്സ്ട്രാ നെയിമാണ് കിട്ടുക നമുക്ക്. സോ ബട്ട് യൂസർ എൻ്റർ ചെയ്ത് എന്ത് വാല്യൂ ആണോ അതാണ് നമുക്ക് എക്സ്ട്രാ നെയിമായിട്ട് വരേണ്ടത്. ഓക്കെ, ഇതെന്താ വെച്ചാൽ എക്സ്ട്രാ നെയിം തന്നെ ഇത് വേരിയബിൾ അല്ല യൂസ് ചെയ്യുന്നത്, ആ കീ അങ്ങനെ തന്നെ പേര് വരും എക്സ്ട്രാ നെയിം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എക്സ്ട്രാ നെയിം എന്ന് പറഞ്ഞിട്ട് ABC എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ABC അല്ലേ വരുന്നത്. സോ അത് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഡൈനാമിക്കായിട്ട് നമുക്ക് ഒബ്ജക്റ്റിൽ കീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. എന്നിട്ട് അതിൻ്റെ വാല്യൂ വരുന്നത് എക്സ്ട്രാ വാല്യൂ ആണ്. ഓക്കെ, ഇനി ഇൻഫോ കഴിഞ്ഞു. ഇനിയൊരു ഞാനൊരു ഐ ഡി കൂടി കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. ഐ ഡി നമുക്ക് ഇൻഫോയുടെ പുറത്ത് എഴുതാം. മാത്ത് ഡോട്ട് റാൻഡം. ഓക്കെ, ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നു, അതാണ്. സോ ഇവിടെ നമുക്ക് ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ ചെക്ക് ചെയ്യണം. ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി സിൻടാക്സും കൂടി ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീ നെയിം ഇല്ലേ, നമ്മുടെ കീ നെയിമും വേരിയബിളിൻ്റെ നെയിമും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് അല്ല, ഫുൾ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇത് നമ്മുടെ കീ നെയിം, ഇത് വേരിയബിൾ നെയിം. സോ ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാളും ഭേദം നമുക്ക് ഷോർട്ട് ഹാൻഡ് ഉണ്ട്. ഇങ്ങനെ സെയിമായി വരുമ്പോൾ രണ്ട് സെയിമായി വരുമ്പോൾ നമുക്ക് ടൈറ്റിൽ നിന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ കീ നെയിമും വേരിയബിൾ നെയിമും സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. ഷോർട്ട് ഹാൻഡാണ് ആക്ച്വലി. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു എക്സ്ട്രാ നെയിം എന്നുള്ളത് നമ്മൾ എക്സ്ട്രാ നെയിം എക്സ്ട്രാ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ എക്സ്ട്രാ നെയിം എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി യൂസർ എന്ത് എൻ്റർ ചെയ്യുന്നു ആ യൂസർ ഇൻപുട്ട് ചെയ്ത വാല്യൂ ആണ് അതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കിയിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ന്യൂ മൂവി എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് മൂവീസ് അറയിലേക്ക് നമുക്ക് ഇടണം. സോ ബേസിക്കലി എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുമ്പ് കവർ ചെയ്തിരുന്നു. മൂവീസ് ഡോട്ട് പുഷ് മെത്തഡ് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് പാസ് ചെയ്യേണ്ടത് അവിടെ പാസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കേസിൽ ഒബ്ജക്റ്റ് ന്യൂ മൂവിയാണ്. സോ ന്യൂ മൂവി പാസ് ചെയ്യും. ഓക്കെ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഈ അറയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യാം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മൂവീസ് അറേ തന്നെ അങ്ങനെ തന്നെ എടുക്കാം നമുക്ക് മൂവീസ്. ഓക്കെ. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന മുമ്പ് നമുക്കൊരു ഇവൻറ്റ് ഹാൻഡലർ വെച്ചിട്ട് നമുക്ക് ബട്ടണിൽ കണക്ട് ചെയ്യണം. നമ്മുടെ ഫംഗ്ഷനായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഹാൻഡലർ നമ്മൾ ബട്ടണായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇവൻറ്റ് ലിസ്ണർ എഴുതണം. സോ ആഡ് മൂവി BTN ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസ്ണർ. ഓക്കെ. എന്നിട്ട് എന്ത് ഇവൻ്റാണെന്ന് വെച്ചാൽ ഞാനിവിടെ മെൻഷൻ ചെയ്യണം. നമ്മുടെ കേസിൽ ക്ലിക്ക് ഇവൻ്റ് ആണ്. എന്നിട്ട് ഏതാണ് ക്ലിക്ക് ഇവൻറ്റിൽ എന്താണ് റൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ ലിങ്ക് ചെയ്യണം. നമ്മുടെ കേസിൽ ആഡ് മൂവി ഹാൻഡലറാണ്. ഓക്കെ. കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കോഡൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് സേവ് ചെയ്യാം. എന്നിട്ട് ബ്രൗസർ ഒന്ന് റീലോഡ് ചെയ്തെടുക്കാം. നമുക്ക് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് എന്താ പറയുക, ഒരു ഇൻസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതാം മൂവിയുടെ പേര് തൽക്കാലം. എക്സ്ട്രാ ഇൻഫർമേഷൻ ഡയറക്ഷൻ നോളൻ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ. എന്നിട്ട് ഇൻസ്പെക്റ്റ് അടിച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ഔട്ട്പുട്ട് വരണ്ടോ എന്നുള്ളത്. സോ ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുത്തു. ഞാനിവിടെ ആഡ് മൂവി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അറ കിട്ടിയിട്ടുണ്ട്. അറയുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിനുള്ളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ID വന്നിട്ടുണ്ട്. ഇൻഫോ ബേസിക്കലി നോക്കി കഴിഞ്ഞാൽ ടൈറ്റിൽ ഇൻസെപ്ഷൻ വന്നിട്ടുണ്ട്. ഡയറക്ഷൻ നോളൻ കണ്ടോ, ഇത് ഡയറക്ഷൻ കീ ആയിട്ട് തന്നെ വന്നേക്കുന്നത്. നമ്മളിവിടെ എൻ്റർ ചെയ്ത് അത് കീ ആയിട്ട് വന്നിട്ടുണ്ട്. നോളൻ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. സോ കറസ്പോണ്ടിങ് നമ്മുടെ ഔട്ട്പുട്ട് ഇത് വരുന്നുണ്ട്. ഇത് കേസ് സെൻസിറ്റീവ് ആണ്, അത് മറക്കരുത് ആക്ച്വലി. ഇപ്പം ഞാനിവിടെ ടൈറ്റിൽ ഡയറക്ഷൻ്റെ ഈ ക്യാപിറ്റൽ ആയതുകൊണ്ട് വെച്ചാൽ കേസ് സെൻസിറ്റീവ് തന്നെയാണ്. നമ്മൾ എന്താ ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ അത് തന്നെയാണ് കറസ്പോണ്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ഇവിടെ സ്മോൾ ഡി ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതെനിക്കും വരുന്നുണ്ടാവുക. ഞാനിവിടെ ക്യാപിറ്റൽ ഡി കൊടുത്ത കാരണം നമുക്ക് ക്യാപിറ്റൽ ഡി ആയിട്ട് വരുന്നത് കീസിൽ. ഓക്കെ. സോ മൂവി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി നമ്മൾ കറസ്പോണ്ടിങ്ങിൽ ഇത് സ്റ്റോർ ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ഈ അറയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ആ ലിസ്റ്റായിട്ട് നമ്മൾ കാണിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്. ബൈ.